ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു ചിറ്റ് ചാറ്റ് വീഡിയോ ആണ് കേട്ടോ. എന്താണ് നമ്മൾ എപ്പോഴും നമ്മളിങ്ങനെ എന്താ ബ്യൂട്ടി വ്ളോഗ്സ് അങ്ങനെയുള്ള വീഡിയോസ് ആണല്ലോ ചെയ്യാറ്. അപ്പോൾ ഇനി ഞാൻ വിചാരിച്ചു ഒരു ചിറ്റ് ചാറ്റ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു ഒരു ചിറ്റ് ചാറ്റ് വീഡിയോ ചെയ്യണമെന്ന്. അപ്പം ചെയ്താൽ ഒക്കുമോ, എന്താവും എന്നൊക്കെയുള്ള ഒരു ഇത് കാരണം ഞാൻ ഇതിങ്ങനെ ലിസ്റ്റിൽ ഇങ്ങനെ ഇട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഇതിന് നമ്മുടെ വീഡിയോ എന്താ ഒരു പെർട്ടിക്കുലർ ഒരു ടോപ്പിക്കൊന്നുമില്ല. എന്നോട് എന്താണ് എനിക്ക് പറയാനുള്ളതും അതുപോലെ എന്നോട് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസും, ഈ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലുമായിട്ടും ഒക്കെ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസും, പിന്നെ എന്നോട് ഫ്രണ്ട്സ് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് വീഡിയോ ആയിട്ട് സംബന്ധിച്ചുള്ള. അതും ഒക്കെയാണ് എൻ്റെ ഈ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഒരു യൂസ്ഫുൾ വീഡിയോ ഒന്നും അല്ല, എങ്കിലും ചില പ്രോഡക്ട്സിനെ പറ്റിയൊക്കെ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്താം കേട്ടോ. എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്താം കേട്ടോ. അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. എന്നോട് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ ഞാൻ ലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ ഇതിനകത്ത്. എന്നോട് ചോദിച്ചതായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ച കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ. ഇതിൽ ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് എന്താണ്, നിങ്ങൾ കുറച്ച് പേര് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഞാൻ ആദ്യം വായിക്കാം കേട്ടോ. അത് കഴിഞ്ഞ ശേഷം ഞാൻ എൻ്റെ ഇതായിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഫസ്റ്റ് തന്നെ ഞാൻ ഇത് യൂട്യൂബിൻ്റെ തുടക്കം എങ്ങനെയാണെന്നുള്ളത് പറയാം. ഞാൻ യൂട്യൂബ് തുടങ്ങുന്നത്, യൂട്യൂബ് ചെയ്യാൻ ഇൻസ്പയർഡ് ആയ കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം. യൂട്യൂബ് ചാനൽ, ചില യൂട്യൂബ് ചാനൽ കാണുമ്പോൾ നമുക്കതിൽ ഇൻസ്പയർഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെ ഇൻസ്പയർഡ് ആയ ഒരു ചാനലാണ് നമ്മുടെ സിംപ്ലി സ്റ്റൈൽ ഉണ്ണി എന്ന് പറയുന്നത്. അങ്ങനെയാണെന്ന് തോന്നുന്നു, എൻ്റെ ചാനൽ നെയിം അങ്ങനെയാണെന്ന് തോന്നുന്നു. സിംപ്ലി മൈ സ്റ്റൈൽ ഉണ്ണി എന്ന് പറയുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. കുട്ടിയുടെ ഒരു വീഡിയോ ആണ് ഫസ്റ്റ് എന്നെ ഇൻസ്പയർഡ് ആക്കിയ ഒരു വീഡിയോ എന്ന് പറയുന്നത്. പിന്നെ ഇറ്റ്സ് മീ വിജിത എന്ന് പറയുന്നൊരു ചാനലുണ്ടായിരുന്നു. അതൊക്കെയാണ്. അങ്ങനെ കുറച്ച് ചാനലുകളാണ് എനിക്ക് ഇൻസ്പയർഡ് ആയ ചാനലുകളെന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ചാനൽ തുടങ്ങുന്നത് 2020 കേട്ടോ. ഓഗസ്റ്റ് 24 തീയതിയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങുന്നത്. ഫസ്റ്റ് ഞാൻ ഇട്ടിരുന്നത്, നമ്മൾ പലരും അങ്ങനെ തന്നെ ആയിരിക്കാം, ഞാൻ ഫസ്റ്റ് ഇട്ടിരുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാനിത് ചാനൽ തുടങ്ങിയിരുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും ബ്യൂട്ടി വ്ളോഗ്സ് ചെയ്യണമെന്ന് ഉള്ള ഒരു അന്നേരം തോന്നിയില്ല. സിംപ്ലി മൈ സ്റ്റൈൽ ഉണ്ണിയുടെ ആ വീഡിയോ കണ്ടപ്പോഴും ഇങ്ങനെ ഒരു ബ്യൂട്ടി വ്ളോഗ്സിലേക്ക് ഉള്ള ഒരു വീഡിയോ ചെയ്യുമെന്നൊന്നും അന്നേരം ചിന്തിച്ചില്ല. വെറുതെ ഒരു വീഡിയോ ഇടാം എന്നാണ് ചിന്തിച്ചത് ഞാൻ. പിന്നെ ആ ഒരു ടൈം എന്ന് പറയുന്നത് കൊറോണ ടൈമും കൂടെ ആയിരുന്നു. അപ്പം ഒന്നുകൂടെ ഒന്നും ചെയ്യാനില്ല, ജോലിയില്ല, അങ്ങനെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് ഒന്നൊരു ഇൻട്രസ്റ്റ് തോന്നില്ല, എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ഇൻട്രസ്റ്റ് തോന്നി. അങ്ങനെ തുടങ്ങിയൊരു ചാനലാണ് കേട്ടോ. പിന്നെ കല്യാണത്തിന് ശേഷമാണ് ചാനൽ തുടങ്ങുന്നത്. പിന്നെ ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് പഠിച്ചതെന്നുള്ളത്. ബാച്ചലർ ഓഫ് ടൂറിസം സ്റ്റഡീസ് ആണ് കേട്ടോ. ടൂറിസം ആയിരുന്നു പഠിച്ചത്. പിന്നെ അതിന് ശേഷം ഞാൻ പഠിച്ചതിന് ശേഷം ഏവിയേഷന് പോയി. ഏവിയേഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ അത് കംപ്ലീറ്റ് ആകുന്നതിന് മുന്നേ എനിക്ക് ജോലി കിട്ടിയായിരുന്നു. ജോലി ഫ്രണ്ട് ഓഫീസ് അങ്ങനെയൊക്കെയാണ് കിട്ടിയിരുന്നത് കേട്ടോ. ആ ഒരു ടൈമിൽ എനിക്ക് ആ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ കാരണം, നമ്മൾ ഈ കൊച്ചിലേ കാണുമല്ലോ, നമുക്ക് എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ എയർ ഹോസ്റ്റസ്മാരിങ്ങനെ ഒരുങ്ങി നടക്കുന്നത് കാണുമ്പോൾ നമുക്ക് ആ ഒരു ജോലിയോടൊരു താല്പര്യം തോന്നും. അങ്ങനെയാണ് ആ ഒരു ജോലിയിലേക്ക് എനിക്ക് ഇഷ്ടമാകാൻ തുടങ്ങിയത്. അന്നേരം ആ ഒരു ടൈമിൽ എറണാകുളത്താണ് ഏവിയേഷൻ പഠിച്ചിരുന്നത്. ആ ഒരു ടൈമിൽ നമുക്ക് ഇൻ്റർവ്യൂവും കാര്യങ്ങളും ഒക്കെ എറണാകുളത്താണ് വരുന്നത്. എൻ്റെ വീട് പത്തനംതിട്ട റാന്നി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ നമുക്ക് പോയി വരാനുള്ള ബുദ്ധിമുട്ടാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഇൻ്റർവ്യൂ നടക്കുന്നത് വലിയ വലിയ ഹോട്ടലുകളിലൊക്കെയാണ്. അപ്പോൾ ആ ഒരു
ഹോട്ടലുകളിൽ നടക്കുന്നതെന്ന് പറഞ്ഞാലും ഒരു 4 മണി ഒക്കെ ആകുമ്പോഴാണ് നമ്മളെ ഇന്റർവ്യൂവിന് വിളിക്കുന്നത്. നമ്മുടെ ബയോഡേറ്റയൊക്കെ എല്ലാം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മളെ വിളിക്കുന്ന ടൈം എന്ന് പറയുന്നത് ഒരു 4 മണി. വൈകുന്നേരം ഒരു 4 മണിയാവും. നമുക്ക് തിരിച്ചു പോകാനുള്ള ആ ഒരു ടൈമിലൊന്നും നമുക്ക് എന്താ ബസ്സാണ്. ബസ്സിനാണ് നമ്മള് പോകുന്നതും വരുന്നതും എല്ലാം. ആഹ് അങ്ങനെ ഞാന് എയർപോർട്ടിൽ നോക്കുന്നതിന് പകരം ട്രാവൽ ഏജൻസികൾ നോക്കാൻ തുടങ്ങി കേട്ടോ. ഇപ്പം നമ്മൾ പഠിക്കുന്ന ഏവിയേഷൻ ആകുമ്പോൾ ട്രാവൽ ഏജൻസിയിൽ ഫസ്റ്റ് നിൽക്കുകയാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണത്. അപ്പോൾ ഞാന് ഫസ്റ്റ് ചെയ്ത ട്രാവൽ ഏജൻസി എന്ന് പറയുന്നത് മല്ലപ്പള്ളി തന്നെയാണ്. നമ്മുടെ അടുത്ത് തന്നെയാണ്. അധികം ദൂരമൊന്നുമില്ല. അങ്ങനെ ഞാൻ കുറേ നാൾ ഒരു 6, 7 മാസത്തോളം അവിടെ വർക്ക് ചെയ്തതിന് ശേഷം വേറെയൊരു കമ്പനിയിലേക്ക് എന്താ ഇൻ്റർവ്യൂവിന് ബയോഡേറ്റയൊക്കെ ഇട്ട് അങ്ങനെ ഫ്രണ്ട് ഓഫീസിലായിട്ട് എനിക്ക് ജോലിയായി. അങ്ങനെ ഞാനൊരു 2.5 വർഷത്തോളം ജോലി ചെയ്തു കേട്ടോ. കല്യാണത്തിന് ഒരു 6 മാസത്തിന് മുന്നേ വരെ വർക്ക് ചെയ്തു. ഒരു 6 മാസമൊക്കെ ആയപ്പോഴത്തേക്കാണ് പിന്നെ കല്യാണവും കാര്യങ്ങളും ഒക്കെ ആയത് കേട്ടോ. അങ്ങനെയാണ് എൻ്റെ ഒരു ജേർണി എന്ന് പറയുന്നത്. പിന്നെ കറൻറ്റ്ലി ഇപ്പോൾ എന്തെങ്കിലും വർക്കിങ്ങിലാണോ അതോ പഠിക്കുവാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം കറൻറ്റ്ലി ഞാനൊന്നും വർക്ക് ചെയ്യുന്നില്ല. ഞാനിവിടെ വന്ന ടൈമിൽ ഒരു വർഷം നമ്മുടെ ഈ കൊച്ചിയെ കുറിച്ചൊക്കെ ഒന്ന് ഇവിടുത്തെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ടൈം എടുത്തു. അപ്പം അതൊക്കെ ഒന്ന് കഴിഞ്ഞ് ഒരു 1.5 2 വർഷം ഒക്കെ അടുത്തായപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ ജോലി നോക്കാൻ തുടങ്ങി. ടെലികോളിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് ഫസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ 2, 3 ഇടത്ത് ഞാൻ ആദ്യം ഫസ്റ്റ് കയറിയത് ഇൻഡസിലാണ് കേട്ടോ. ഇൻഡസ് എന്ന് പറയുന്ന നമ്മുടെ ഷോറൂമിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ടെലികോളിങ്ങിലാണ് ഫസ്റ്റ് ഞാൻ കയറുന്നത്. അവിടെ ഞാൻ കുറേ നാൾ വർക്ക് ചെയ്തു കേട്ടോ. അതിന് ശേഷം പിന്നെ ഞാൻ കയറിയത് വേറൊരു ടെലികോളിംഗ് സെൻ്ററിലാണ്. പെപ്കാട്ട് എന്ന് പറയുന്നൊരു സെൻ്ററിലാണ് കയറുന്നത്. പിന്നെന്താണ് ഇപ്പം എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇപ്പം ഞാൻ MLT പറഞ്ഞ കോഴ്സ് പഠിക്കുകയാണ്. ഇനിയിപ്പം അതിൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നാട് ഏതാണെന്ന് ചോദിക്കുന്നത് എൻ്റെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ നാട് ഏതാണെന്നുള്ളത്. പത്തനംതിട്ടയിലാണ്. പത്തനംതിട്ട റാന്നി എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ നാട് വരുന്നത്. പിന്നെ ബ്യൂട്ടി വ്ലോഗ്സ് ചെയ്യണമെന്ന് തോന്നിയത് എങ്ങനെയെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ സിംപ്ലി മൈ സ്റ്റൈൽ ഉണ്ണി എന്ന് പറയുന്ന ആ ഒരു വീഡിയോ കണ്ടിട്ട് തന്നെയാണ് ചെയ്യാൻ തോന്നിയത്. പിന്നെന്താ കൊച്ചിയിലെ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതാണെന്നുള്ളത്. കൊച്ചിയിലെ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ബീച്ചൊക്കെ എനിക്കിഷ്ടമാണ്. വൈപ്പിൻ ബീച്ച്, അങ്ങനെ കുറേ ബീച്ചുകളുണ്ടല്ലോ ഇവിടെ. പിന്നെ മറൈൻ ഡ്രൈവ് ചുമ്മാ ഇങ്ങനെ നടക്കാം. പിന്നെന്താ വാക്ക് വേ ഉണ്ട്. അങ്ങനെയുള്ള അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന സ്പോട്ടെന്ന് പറയാൻ പറ്റില്ല. പനമ്പള്ളി എനിക്കിഷ്ടമാണ്. ചുമ്മാ നടക്കാനും ഒരുപാട് ഫുഡ് സ്പോട്ടുകൾ അവിടെ ഉണ്ട് കേട്ടോ പനമ്പള്ളിയിൽ. അതൊക്കെ നല്ല രസമാണ്. പിന്നെന്താ അങ്ങനെ ഫുഡ് സ്പോട്ട് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ ഹോട്ടലിലൊന്നും പോയി കഴിക്കുന്ന ഒരു ഇതില്ല. കൂടുതലും നമ്മൾ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ തന്നെ പാഴ്സലായിട്ട് വാങ്ങുകയാണ് ചെയ്യുന്നത്. പിന്നെ പോയിരുന്ന് കഴിച്ചിട്ടുള്ള കുറവാണ്. പോയിരുന്ന് കഴിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് നമ്മുടെ പനമ്പള്ളിയിലുള്ള ഒരു ബർഗറിൻ്റെ ഒരു സ്പോട്ടുണ്ട്. കുറേ സാൻഡ്വിച്ച്, ബർഗർ അങ്ങനെയൊക്കെ കിട്ടുന്ന ഒരു സ്പോട്ടുണ്ട്. അവിടെ അതിൻ്റെ പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. ഇത് നമ്മുടെ ഫാസ്റ്റ് ഫുഡാണ് കൂടുതലും കിട്ടുന്നത്. സാൻഡ്വിച്ച്, ബർഗർ, മോമോസ് അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ്. പിന്നെ നമ്മുടെ ഡ്രിങ്ക്സ് ഐറ്റംസൊക്കെയാണ് കൂടുതലും കിട്ടുന്നത്. അപ്പോൾ അതെനിക്ക് നല്ലൊരു ഫുഡ് സ്പോട്ടാണെന്ന് തോന്നുന്നു. നമ്മുടെ പനമ്പള്ളി നഗറിൻ്റെ അടുത്തായിട്ടാണ് അത് വരുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ പനമ്പള്ളിയിൽ തന്നെ മറ്റേ കാട ഫ്രൈ, ചിക്കൻ ഫ്രൈ, സൂപ്പ്, മട്ടൻ സൂപ്പൊക്കെ കിട്ടുന്നത് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് തോന്നുന്നു ഇട്ടിരുന്നത്. അതോ ലോങ് വീഡിയോ ആണോ? എന്തായാലും ഞാൻ ഇതിനകത്ത് പിൻ ചെയ്യാം കേട്ടോ. അത് ആ ഒരു ഫുഡ് സ്പോട്ട് നല്ലതാണ് കേട്ടോ. നമുക്ക് വൈകുന്നേരമൊക്കെ പോകുന്നത് നല്ലതാണ്. കൊച്ചി സത്യം പറഞ്ഞാൽ വൈകുന്നേരമാണ് എക്സ്പ്ലോർ ചെയ്യാൻ കൂടുതലും നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ലൈറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. പിന്നെ ഫേവറേറ്റ് ഫുഡ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഫേവറേറ്റ് ഫുഡ്
വെജ് ഫ്രൈഡ് റൈസാണ് ഫേവറേറ്റ് ഫുഡ് എന്ന് പറയുന്നത്. മന്തി ഇഷ്ടമാണ് കേട്ടോ, മന്തി. പിന്നെ ഇനിയും കൊച്ചി തന്നെയാണോ താമസിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. മേ ബി ആയിരിക്കാം. അത് ഒരു ഓരോ ടൈം പോലെ ഇരിക്കും. ചിലപ്പം കൊച്ചി തന്നെ ആയിരിക്കാം. എനിക്ക് തോന്നുന്നു കൊച്ചി ആയിരിക്കാം ബെറ്റർ. കാരണം നമുക്ക് ജോലി സാധ്യത ഒക്കെ കൂടുതലും കൊച്ചിയിലാണ്. പിന്നെ എല്ലാം അവൈലബിൾ ആയത് നമ്മുടെയൊക്കെ സ്ഥലങ്ങൾ മാറി വരുന്നില്ല എന്നല്ല, മാറി വരുന്നുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. എന്നാലും നമുക്ക് ഹോസ്പിറ്റലുകൾ, അതുപോലെ തന്നെ നമുക്ക് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടുതലും നമുക്ക് കൊച്ചിയാണ്. കൂടുതലും എന്താ നമുക്ക് സൗകര്യങ്ങൾ കൂടുതൽ ഇവിടെ തന്നെയാണ്. എന്നാൽ നാട് ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ നാട് ഇഷ്ടം തന്നെയാണ്. നാട്ടിൽ നമുക്ക് സൗകര്യങ്ങൾ കുറവ് ആണല്ലോ. എന്താ ഹോസ്പിറ്റലുകളൊക്കെ അടുത്തല്ല, ഇച്ചിരി ദൂരെയായിട്ടൊക്കെയാണ്. അതാകുമ്പോൾ എല്ലാം നമ്മുടെ അടുത്തടുത്തായിട്ടുണ്ട്. പിന്നെന്താണ്, കണ്ടന്റ് ക്ഷാമം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കണ്ടന്റ് ക്ഷാമം തീർച്ചയായിട്ടും ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഈ ബ്യൂട്ടി വ്ളോഗ്സ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് പ്രോഡക്റ്റ്സുകൾ ഇങ്ങനെ മാറി മാറി എന്താ യൂസ് ചെയ്യുന്ന ഒരു ബ്യൂട്ടി വ്ളോഗ്സ് എടുത്താൽ തന്നെ കണ്ടാൽ അറിയാം. ഇന്ന പ്രോഡക്റ്റ്സ് ഞാൻ ഇന്ന ദിവസങ്ങളിൽ എന്താ 6 മന്തായിട്ട് ഉപയോഗിക്കുന്നു അങ്ങനെ പറയും. നമുക്ക് എന്താണ് അങ്ങനെ ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ഒക്കെ അയച്ചു കൊടുക്കുന്ന സൈറ്റുകളും ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് അധികം നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നുമില്ല. അപ്പം നമുക്ക് കണ്ടന്റ് ക്ഷാമം ഉണ്ട്. പിന്നെന്താണ്, ട്രാവൽ വ്ലോഗ് വീഡിയോ ഒന്നും കാണാൻ ഇല്ലല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ട്രാവൽ വ്ലോഗ് വീഡിയോ കാണാത്തത് ട്രാവൽ ഇപ്പം ചെയ്യുന്നത് കുറവായതുകൊണ്ടാണ് കേട്ടോ. നമുക്ക് ടൈം തീരെയില്ല. മേ ബി മിക്കവാറും ഒരു 1 വർഷം എപ്പോഴെങ്കിലുമൊക്കെ കുറച്ച് വീഡിയോസ് എന്തായാലും ട്രാവൽ വ്ലോഗ് വീഡിയോ ഇടാം. നേരത്തെയെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്നൊരു എന്താ ഒരു സൺഡേ വെളുപ്പിനെ നമുക്ക് മൂന്നാർ പോവാം, വാഗമൺ പോവാന്നൊക്കെ പറഞ്ഞു പെട്ടെന്ന് നമ്മൾ തീരുമാനിച്ച് പോവായിരുന്നു. ഇപ്പം പക്ഷേ നമ്മളങ്ങനെ പോവാറില്ല. ഒന്നാമത്തെ കാര്യം ടൈം കിട്ടാറില്ല, വീട്ടിലെ കുറച്ച് കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അതുകൊണ്ടാണ് ട്രാവൽ വ്ലോഗ് വീഡിയോ ഇപ്പോൾ ഇല്ലാത്തത്. ഇപ്പം എഡിറ്റ് ചെയ്യുന്ന ആപ്പ് ഏതാണ്? ഞാൻ നേരത്തെ തൊട്ടേ എഡിറ്റ് ചെയ്യുന്ന ആപ്പ് നമ്മുടെ ഇൻഷോട്ട് ആപ്പാണ് കേട്ടോ. എനിക്ക് ഒട്ടുമിക്ക പേരും ആ ഒരു ആപ്പ് തന്നെയായിരിക്കും യൂസ് ചെയ്യുന്നത്. പിന്നെ യൂസ് ചെയ്യുന്ന മൈക്ക് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന മൈക്ക് കാണിച്ചു തരാം. ഈ ഒരു K8 എന്ന് പറയുന്ന വയർലെസ് മൈക്രോഫോൺ മൈക്കാണ്. ഇത് ഞാൻ വാങ്ങിച്ചിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു 2 വർഷം, 2 3 വർഷം കേട്ടോ. 3 വർഷത്തോളം ആയെന്ന് തോന്നുന്നു കേട്ടോ. ഈ ഒരു മൈക്കാണ് യൂസ് ചെയ്യുന്നത്. നല്ല മൈക്കാണ് കേട്ടോ. ഇതുവരെയൊന്നും ഒരു കുഴപ്പമില്ല, നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെന്താണ്, ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് എന്നോട് ചോദിച്ചിട്ടുള്ളത്. കൊച്ചി തന്നെയാണോ ഇഷ്ടം അതോ നാടാണോ ഇഷ്ടം എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതിന് മുന്നേ ഉള്ള ഒരു Q&Aക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ് നമുക്ക് കൂടുതലും കാര്യങ്ങൾ അവൈലബിൾ ആയിട്ട് നമുക്ക് പെട്ടെന്ന് കിട്ടുന്നത് ഇവിടെ തന്നെയാണ്, കൊച്ചി തന്നെയാണ്. പിന്നെ നാടെല്ലാവർക്കും നാട് തന്നെയായിരിക്കുമല്ലോ ഇഷ്ടം. ഇതൊക്കെ ഓർക്കുമ്പോൾ കൊച്ചി തന്നെയാണ് നമുക്ക് ഇഷ്ടം തോന്നുന്നത്, താമസിക്കണം എന്ന് തോന്നുന്നത്. ഇതൊക്കെയാണ്. നമുക്ക് കൂടുതൽ ടോപ്പിക്കും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. കുറച്ച് നമ്മുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ റീസെൻ്റ്ലി യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു, ഒരു ലിപ് ബാം, നമ്മുടെ ഡീകൺസ്ട്രക്റ്റിൻ്റെ ഒരു ലിപ് ബാം. അതിൻ്റെ റിവ്യൂ ഞാൻ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ വലുതായിട്ട് യൂസ് ചെയ്യുന്നില്ല, അതാണ് ഇതിൻ്റെ റിവ്യൂ ഇടാൻ ഇത്ര താമസം വരുന്നത് കേട്ടോ. എന്തായാലും കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഞാൻ യൂസ് ചെയ്തിട്ട് എന്തായാലും നിങ്ങളോട് റിവ്യൂ പറയുന്നതായിരിക്കും കേട്ടോ. ഇത് മേടിച്ചതിന് ശേഷം കുറേ വീഡിയോസ് എനിക്കിങ്ങനെ വരുന്നുണ്ട്, ഇത് യൂസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല, പിഗ്മെൻറ്റ് ഒന്നും മാറാൻ പോകുന്നില്ല എന്നൊക്കെ. ഇപ്പം എൻ്റെ കറൻലി എനിക്ക് വരുന്ന വീഡിയോസ് ഏതാണെന്നറിയാമോ? ലിപ് ബാം, നമ്മുടെ വിഷ് കെയറിൻ്റെ ലിപ് ബാമാണ് വരുന്നത്. അപ്പം ഞാനത് ഓർക്കും, ഞാൻ അത് മേടിച്ചാൽ കൊള്ളായിരിക്കും എന്ന് വിചാരിക്കും. എല്ലാവരും ഫസ്റ്റ് പറയുന്ന ഒരു ലിപ് ബാമാണ് ഈ വിഷ് കെയറിൻ്റെ ലിപ് ബാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അത് മേടിക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും നോക്കാം. ഇത് യൂസ് ചെയ്തിട്ട് ഓരോരുത്തരുടെയും സ്കിൻ ടൈപ്പും ലിപ്പും എല്ലാം വ്യത്യസ്തമാണല്ലോ, ഓരോരുത്തർക്കും പറ്റുന്ന ടൈപ്പാണല്ലോ.
ഞാൻ കൂടുതലും എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്ന രീതിയിലുള്ളതാണ് മേടിക്കുന്നത് കേട്ടോ. പിന്നെന്താണ്, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിക്ക് കമൻറ്റ്സ് തീരെ കുറവാണ് വരുന്നത്, ലൈക്കുകളും കുറവാണ്, കമൻസും കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസിനകത്ത് എന്തെങ്കിലും കണ്ടൻറ് എന്തെങ്കിലും ഉൾപ്പെടുത്തുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും എന്താണ് ഏതെങ്കിലും പ്രോഡക്റ്റിനെ കുറിച്ച് ഒന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ആ തരത്തിലുള്ള വീഡിയോ ചെയ്യാം കേട്ടോ. അതിൻ്റെയൊക്കെ റിവ്യൂ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, നിങ്ങളുടെ കമൻറ്റുകളും കാര്യങ്ങളൊക്കെ ഒന്ന് പറയുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആണെങ്കിൽ വേറെ ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നുന്നെങ്കിൽ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.